എക്സവൻ എക്സസൈസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ജമ്പിങ് ജാക്സ്. ഇത് ആദ്യമൊക്കെയാണ് ഉപകാരം ഉണ്ടാകുന്നത്. ഷുഗർ രോഗികൾക്ക്, പ്രഷർ ഉള്ള ആളുകൾക്ക്, കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക്, ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ആൻസൈറ്റി, സ്ട്രെസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എയറോബിക്സ് കാറ്റഗറിയിൽ പെട്ട ഒരു എക്സസൈസ് ആണെന്ന് പറയുന്നത്. കാരണം ഹൃദയത്തിന്റെ പമ്പിങ് കൂട്ടും എന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ഇത് വരുന്ന എവിടുന്ന നോർ എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിലുള്ള അടിയിൽ വിടില്ല എന്ന് പറയുന്ന ഭാഗത്ത് റിലീസ് ആയി കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കൂടും. ഹൃദയമിടിപ്പ് കൂടുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന രക്തത്തിന്റെ അളവും കൂടും. അതായത് വരുന്ന രക്തവും കൂടും, പുറത്തോട്ട് പോകുന്ന രക്തവും കൂടും. വരുന്ന രക്തം എവിടുന്ന ശ്വാസകോശത്തിൽ നിന്നാണ് രക്തം വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിലേക്ക് രക്ത അളവും കൂടും. അപ്പൊ കൂടുതൽ രക്തം ശ്വാസകോശത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ശ്വസിക്കുന്ന ഓക്സിജൻ മതിയാകാതെ വരും. അങ്ങനെ റെസ്പിറേഷൻ റേറ്റ് കൂടും. കൂടുതലായിട്ട് ശ്വസിക്കേണ്ടതായിട്ട് വരും. കൂടുതൽ ബ്രീത്തിങ് എടുക്കേണ്ടതായിട്ട് വരും. ഇത് കാരണമായിട്ട് നല്ല വണ്ണം ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. പോകുന്ന രക്തത്തിൽ നല്ല രീതിയിലേക്കുള്ള ഓക്സിജൻ മിക്സ് ആവുകയും ചെയ്യും. ഈ മിക്സ് ആയ ഓക്സിജൻ ഹൃദയത്തിലെത്തി ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്തത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോവുകയാണ്. അവിടെയാണ് ഓരോരോ ആളുകൾക്ക് എത്രത്തെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് രക്തത്തിന് ഫ്രഷ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രക്തമാണ് ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. ഈ വരുന്ന രക്തം പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ എന്തുണ്ടായിരിക്കും? നമ്മുടെ കോശങ്ങളുണ്ടായിരിക്കും. ഈ കോശങ്ങളൊക്കെ ഉണർവ് എത്തിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രക്തം എത്തുന്നതോട് കൂടിയിട്ട് കോശങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കും. അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഇത് കാരണമായിട്ട് നമ്മുടെ കോശങ്ങളിൽ അവിടെ ഇവിടെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന ഷുഗർ, കാർബോഹൈഡ്രേറ്റ്, അത്തരം സാധനങ്ങൾ ഉണ്ട് എന്നതൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യും. കാരണം ഈ പറയുന്ന മസിലുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്. എനർജി എവിടെ നിന്ന് കിട്ടും? ഷുഗറിൽ നിന്ന് കിട്ടും. പുറമെ എവിടെ നിന്ന് കിട്ടും? ഫാറ്റിൽ നിന്ന് കിട്ടും. ഈ ഫാറ്റി ആസിഡ്സ് ഒക്കെ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രക്തം ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതോട് കൂടിയിട്ട് ഈ പുറത്തോട്ട് പോകുന്ന രക്തക്കൊയിലുകളുണ്ടല്ലോ, ഇത് റിലാക്സ് ആകണം. ഇത് റിലാക്സ് ആകണമെങ്കിൽ ആര് വരണം? നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം ഇത് വരണം. ഇത് വന്നു കഴിഞ്ഞാൽ മസിൽസ് റിലാക്സ് ആവും. ഈ മസിൽ റിലാക്സ് ആകാനും ചുരുങ്ങാനും എന്ത് വേണം? എനർജി വേണം. ഈ എനർജി നമുക്ക് എവിടെ കിട്ടുമെന്ന് പറയുന്നത് ഷുഗറും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പോലത്തെ അല്ലെങ്കിൽ ഫാറ്റി ആസിഡൊക്കെ കിട്ടും. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സും ഷുഗറൊക്കെ യൂസ് ചെയ്യും, ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഇവരുടെ ഷുഗറിന്റെ അളവ് കുറയും, പ്ലസ് കൊളസ്ട്രോളിന്റെ അളവ് കുറയും. പോയിന്റ് നമ്പർ കിട്ടി. ഷുഗർ രോഗികൾക്ക് ഇത് ബെനിഫിറ്റ് എങ്ങനെയാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ബെനിഫിറ്റ് ആകുക എന്നുള്ളതാണ്. ഇതൊക്കെ മുന്നേ ഞാൻ പറഞ്ഞ നൈട്രിക് ഓക്സൈഡ് റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കും ചുരുങ്ങും. ഈ വികസനത്തിന്റെ ഫലമായിട്ട് നേരിയ തോതിൽ പ്രഷറിൽ മാറ്റം ഉണ്ടാകുന്ന ആളുകളുടെ പ്രഷർ നോർമലാവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ വികസനത്തിന്റെയും ചുരുക്കലിന്റെയും എഫക്റ്റ് ആയിട്ട് തന്നെ നല്ല രക്തം മുകളിലോട്ട് കയറും. കാരണം താഴോട്ട് രക്തം പോകാൻ വികസിക്കുകയും ചുരുങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ ഹൃദയത്തിൽ നിന്നും മുകളിലേക്ക് രക്തം പോകാന്നെങ്കിൽ ഈ വികസനവും ചുരുക്കവും നല്ല രീതിയിലേക്ക് നടക്കണം. ഇത് നടക്കുന്നത് കാരണമായിട്ട് തലച്ചോറിലേക്ക് നല്ല രക്തം എത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലിംബിക് സിസ്റ്റം, നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഫ്രണ്ട് ഭാഗം, ഈ ഭാഗത്തിനൊക്കെ എന്തെത്തും? വൃത്തിയുള്ള സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രക്തമാണ് അവിടെ എത്തുന്നത്. ഇത് കാരണമായിട്ട് നിങ്ങളുടെ ചിന്താഗതികളും നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തെല്ലാം അതുകൊണ്ട് തന്നെ ആൻസൈറ്റി, സ്ട്രെസ് പോലത്തെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. എവിടെ ആൻസൈറ്റി, സ്ട്രെസ് മാർക്കറ്റിംഗ്. ഇനി ആസ്മ രോഗികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ശ്വാസകോശത്തിൽ ഓക്സിജന്റെ അളവ് ആവശ്യത്തിലധികം കൂടുതലായിട്ടുള്ള ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ബ്രീത്തിങ് കിട്ടണം. അപ്പൊ അവര് മാക്സിമം ബ്രീത്തിങ് കിട്ടും, മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യും. ഇത് മാക്സിമം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ശ്വാസകോശം ഭയങ്കരമായിട്ട് വികസിക്കും. കൂടുതൽ വായുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളായിട്ട് മാറും ശ്വാസകോശത്തിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ശ്വാസകോശം ഭയങ്കരമായിട്ടുള്ള എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആസ്മ രോഗികളും ഇത് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലി ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന ഒരു വ്യായാമം നിങ്ങൾ ചെയ്തുകൊണ്ട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ മൈൻഡിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിന്റെ 4 മടങ്ങെങ്കിലും മിനിമം നിങ്ങൾക്ക് ഗുണം കിട്ടും. ഓക്കെ, ഇനി ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളത്. ഇനി ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടുതൽ ആണെങ്കിൽ
അവർ ജമ്പിങ് ജാക്സ് ചെയ്യുന്നത് കുറച്ച് ലിമിറ്റ് ചെയ്യുന്നത് നല്ലത്. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. രണ്ടാമത് അവരുടെ കാലിന്, ജോയിന്റിന്, അതുപോലെ ആർത്തൈറ്റിസിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, ജോയിന്റിൽ പെയിൻ, ഓൾറെഡി പെയിൻ ഉള്ള ആളുകൾ, ഒരുപാട് നല്ല വെയിറ്റും അവർക്കുണ്ട്, നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്, അവർക്ക് കാലിന് സ്ട്രെങ്ത് കുറവാണ്, അവർ ഈ ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ജോയിന്റുകൾക്ക് ജോയിന്റ് ആവാൻ സാധ്യത. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുംകാലല്ലോ, ഈ മുട്ടുംകാലിന്റെ ഭാഗം നിൽക്കുന്നത് താഴത്തെ കാലും മുകളിലത്തെ കാലിന്റെ ഗ്യാപ്പിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ മുകളിലുള്ള കാലിന്റെ മുകളിലാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ടച്ച് ആകുന്നത്, മുകളിൽ നിൽക്കുമോ. പക്ഷെ നിങ്ങളുടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചാടി കളിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ജോയിന്റ് ആകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിലുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് തള്ളി നിൽക്കും. അതുകൊണ്ട് തന്നെ അതിന് ഉരസൽ ബുദ്ധിമുട്ടുകളും, അത് മാത്രമല്ല നിങ്ങളുടെ മുട്ടിന്റെ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം ആളുകൾ ജമ്പിങ് ജാക്സ് മാക്സിമം കൗണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ചാട്ടത്തിന്റെ തോത് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോ ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്തതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ സംഭവം ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ശ്വസിക്കാനുള്ള കപ്പാസിറ്റി കുറവാണല്ലോ. ഇവിടെ ചെയ്യുമ്പോൾ കപ്പാസിറ്റി പെട്ടെന്ന് കൂടുതൽ പതുക്കെ കൂടുള്ളൂ. അത് കാരണമായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വരാതിരുന്നു കഴിഞ്ഞാൽ മസിൽസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാതിരിക്കാൻ ഭയങ്കരമായിട്ട് അവർ വർക്ക് ചെയ്യുന്നത് തന്നെ മസിൽസ് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ആസ്മ പോലത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾ പതുക്കെയാണ് നിങ്ങളുടെ ജമ്പിങ് ജാക്സിന്റെ കൗണ്ടുകൾ ശ്രദ്ധിക്കേണ്ടത്. പതുക്കെ ചാടുക, അതുപോലെ തന്നെ കൗണ്ട് കുറച്ചൊന്ന് കുറയ്ക്കുക, എന്നിട്ട് പതുക്കെ അതിനെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യുക. നോ പ്രോബ്ലം. സോ നെക്സ്റ്റ് അതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.